ദർശനം ഗ്രന്ഥശാലയിൽ തണലിടം തുറന്നു. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന പൌരന്മാർക്കായി വയോമിത്രം പദ്ധതിയുടെ ഭാഗമായാണ് തണലിടം ആരംഭിച്ചത്. കോഴിക്കോട് കോർപ്പറേഷൻ 16-ാം വാർഡിലെ കളാണ്ടിത്താടത്ത് അശ്വതി രാമൻ നിർമ്മിച്ചു നൽകിയ സംവിധാനത്തിലാണ് തണലിടം പ്രവർത്തിക്കുക. സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ദർശനം ഗ്രന്ഥശാലയിൽ നടന്നുവരുന്ന വയോമിത്രം പദ്ധതിയുടെ ഭാഗമായാണ് തണലിടം ആരംഭിച്ചത്. തണലിടത്തിന്റെ ഉദ്ഘാടനം മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. അതിനിറങ്ങി വരുന്ന ആൾക്കാരിൽ 99% ഒറ്റപ്പെട്ട വ്യത്യാസങ്ങൾ ഉണ്ടാവും. പതറരുത്, എനിക്കതായിട്ടാണ് പറയാനുള്ളത്. ഒറ്റപ്പെട്ട അപഭ്രംശങ്ങൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അതിന്റെ കാര്യം ആഘോഷിക്കാൻ ഇവിടെ മാധ്യമങ്ങളിൽ ചാക്കിണ്ട്. പക്ഷെ അതുകൊണ്ട് എല്ലാവരും നമുക്കാണ് ഈ ലോകം ഈ അവസ്ഥയിൽ എത്തിച്ചത് കുറേ പേരുടെ കഷ്ടപ്പാടുണ്ട്. അതിന്റെ ഒരു ഇഗ്നോറൻസ് അവകാശം ധൈര്യത്തോടുകൂടി അവകാശപ്പെടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ തത്വസംഹിതയുടെ വിബലത്തോടെ പ്രവർത്തിക്കുന്നവർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 199 കൊണ്ട് 1% പേർ കാട്ടിക്കുന്നത് വികസ് കൊണ്ട് മറ്റുള്ളവരെയാണ്. വയോമിത്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമീറ, സ്റ്റാഫ് നഴ്സ് CK രഞ്ജിഷ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗോപിക ശശീന്ദ്രൻ എന്നിവരെ വാർഡ് കൗൺസിലർ MP ഹമീദ് മൊമെന്റോ നൽകി ആദരിച്ചു. ചടങ്ങിൽ കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ P ദിവാകരൻ അധ്യക്ഷനായിരുന്നു. വയോമിത്രം പദ്ധതി ഗുണഭോക്താക്കൾക്ക് ഏകാഗ്രതയോടെ ശ്വസനം എന്ന വിഷയത്തിൽ ജിനീഷ് ശാന്തിയോഗയുടെ തത്സമയ അവതരണവും ഉണ്ടായിരുന്നു. ജീവിതശൈലി രോഗങ്ങൾക്കും വയോജനങ്ങളുടെ കൈകാൽ മരവിപ്പിനും ഫലപ്രദമായ യോഗാവിദ്യകൾ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ചു. വയോമിത്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമീറ, ലൈബ്രറി കൗൺസിൽ ചേവായൂർ മേഖലാ കൺവീനർ N ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ദർശനം വയോജനവേദി കൺവീനർ KT ഫിലിപ്പ്, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജിഷോ ജെയിംസ് എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.